ദേവസ്വം പ്ലീഡർ നിയമനത്തിൽ സർക്കാരിൽ ഭിന്നത ശക്തം. വിവാദമായതോടെ ദേവസ്വം ബോർഡ് പ്ലീഡറെ നീക്കി മുഖ്യമന്ത്രി. ഭക്തജനങ്ങൾ പ്രയാസം അറിയിച്ചിരുന്നുവെന്ന് ദേവസ്വം മന്ത്രി. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകരെ നിയമിച്ചത് വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ്. നിപ്പയിൽ ആശ്വാസം. നിരീക്ഷണത്തിലുള്ള 3 പേരുടെ ഫലം നെഗറ്റീവ്. നേരിട്ട് സമ്പർക്കമുള്ളവരും നെഗറ്റീവ്. നിപ പ്രതിരോധ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കോഴിക്കോട്ടേക്ക്. സംസ്ഥാനത്ത് ഷിഗല്ല ഭീതി തുടരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതിനെ ചൊല്ലി വിവാദം. തരം താഴ്ത്തലെന്ന ആരോപണം. അനധികൃത സ്ഥലം മാറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതാണ് കാരണമെന്നും പരാതി. ഉത്തരവിലെ കാരണങ്ങൾ പൊളിക്കുന്ന രേഖകൾ പുറത്ത്. ഡോക്ടർ റീന സർക്കാരുമായി ആലോചിക്കാതെ ചില കാര്യങ്ങൾ ചെയ്തെന്ന് മന്ത്രി. സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ PS പ്രശാന്തും കുരുക്കിലേക്ക്. പ്രശാന്തിനും മുന്നംഗം അജികുമാറിനും നോട്ടീസ്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അന്തരിച്ചു. ഗൺമാന്മാരെ ആലപ്പുഴയിലെ മർദ്ദന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാൻ SIT. ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ പ്രതികളെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ്. കേസിൽ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. പ്രധാന ചോദ്യങ്ങളോട് പൂർണ്ണ നിസ്സഹകരണമെന്ന് SIT. കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനം. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിൽ യൂട്യൂബർമാർക്കെതിരെ പരാതി നൽകാൻ നടി ലക്ഷ്മിപ്രിയ. യൂട്യൂബർമാർക്ക് പിന്നിലുള്ളവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് മേധാവി. യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്ന് വിമതർ. അംഗീകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കറോട് ആവശ്യപ്പെടും. തിങ്കളാഴ്ച സ്പീക്കറെ കാണും. 19 MPമാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശവാദം. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ അനിശ്ചിതത്വം. കരാറിന്റെ കരട് പുറത്തുവിട്ട് ഇറാൻ മാധ്യമങ്ങൾ. വ്യവസ്ഥകളിൽ ക്ഷുഭിതനായി ട്രംപ്. ഇറാനികൾക്ക് പണം ലഭിക്കാനുള്ള വ്യവസ്ഥകളൊന്നും കരാറിൽ ഇല്ല എന്ന് JD വാൻസ്. ആദ്യ ട്രില്യണയറായി ഇലോൺ മസ്ക്. മൂല്യം 1 ലക്ഷം കോടി കടന്നു. സ്പേസ് എക്സിന്റെ IPO വഴി $7,500 കോടി. മസ്കിന്റെ ആസ്തി പല രാജ്യങ്ങളുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ ഉയർന്നത്.